പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ നാട്ടിൽ ഈ തെരുവുനായ ശല്യം ഭയങ്കര കൂടുതലാണല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും തെരുവുനായ ശല്യം ഉണ്ട്. ഇപ്പം തെരുവുനായ ശല്യം മാത്രമല്ല, കുറുനരി ശല്യം കൊണ്ടും പൊറുതിമുട്ടുകയാണ് ഒരു ഗ്രാമം, തൃശ്ശൂർ ജില്ലയിലെ മരുതയൂർ എന്ന ഗ്രാമം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇവിടെ 10 പേരെയാണ് കുറുനരികൾ ആക്രമിച്ചത്. പേവിഷബാധ സംശയിക്കുന്ന ഇവ മനുഷ്യർക്ക് പുറമെ വളർത്തുമൃഗങ്ങളെ കൂടി ആക്രമിച്ചതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. നമുക്ക് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാം. ഒരു റിപ്പോർട്ടിലേക്ക്. പാവരട്ടി മരതയൂരിലെ കാളാനിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരാണ് കുറുനരി ശല്യത്തിൽ വലയുന്നത്. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കുറുനരികളെ ഭയന്നാണ് ഒരാഴ്ചയായി പ്രദേശവാസികളുടെ ജീവിതം. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 10 പേരെയാണ് കുറുനരികൾ ആക്രമിച്ച് മുറിവേൽപ്പിച്ചത്. ഒരു പശുവിന്റെ അകിട് കടിച്ചു മുറിച്ചെടുത്ത കുറുനരികൾ നിരവധി വളർത്തുമൃഗങ്ങളെയും കടിച്ചു മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5-10 നിത്യം കാണാറുണ്ട്. 4-5 എണ്ണൊക്കെ ഇങ്ങനെ പോവും, അങ്ങോട്ട് പോവും. പിന്നെ ഇവിടെ വന്നിങ്ങനെ എടുക്കും. അവര് ഒന്നും ശല്യം ചെയ്യാറില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ശല്യം. ഈ കുറുനരിയുടെ ശല്യം കാരണം നമ്മുടെ സ്കൂൾ തന്നെ അടച്ചിടേണ്ട ഒരു ഗതികേടാണ് ഇവിടേക്ക് വരണത്. സാധാരണ ഇപ്പൊ കുട്ടികൾക്കൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികൾക്കല്ല മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് വരെ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പുകളിലാണ് കുറുനരികൾ താമസിച്ച് പെറ്റുപെരുകുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഈ കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഭൂ ഉടമകൾ അതിന് തയ്യാറായിട്ടില്ല. വീടുകളിലേക്ക് പോലും എത്തി മനുഷ്യരെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുന്ന കുറുനരികളിൽ ചിലതിന് പേവിഷബാധയുണ്ടെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഇതേ തുടർന്ന് മരതയൂർ കാളാനി മേഖലയിലെ സ്കൂളുകളിലും അംഗനവാടികളിലും മദ്രസകളിലുമെല്ലാം കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ്. ഇതോടെ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ വിദ്യാലയങ്ങൾ അടച്ചിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് അധ്യാപകർ. എല്ലാവരും ഭീതിയിലാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് ഇപ്പൊ എല്ലാവർക്കും. ഇന്ന് അത് കാരണം സ്കൂളിലെ കുട്ടികളെ കുറെ രക്ഷിതാക്കൾ പറഞ്ഞയച്ചിട്ടില്ല. നമ്മൾ വാർഡ് ഗ്രൂപ്പിൽ അറിയിച്ചു. കാരണം നായ്ക്കും കൂടി പേയ ഇളകിയ കാരണം കുട്ടികൾ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ അത്രയും വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറെ ആൾക്കാരുടെ സ്ഥലങ്ങളൊന്നും വൃത്തിയാക്കാതെ കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് കാടുകളൊക്കെ വെട്ടിത്തെളിച്ചു കഴിഞ്ഞാല് ഈ കുറുക്കന്റെ ശല്യം പരമാവധി കുറയും. നിരവധി ആളുകളെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിനിധികളായ പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പാവരട്ടി പഞ്ചായത്തിൽ സത്യാഗ്രഹ സമരവും നടത്തിയിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.